മലയാള സിനിമയിൽ പേരെടുത്ത കലാകാരനാണ് ലാലു ലക്സ്. വീരവും ഹാസ്യവും സ്വാഭാവികതയും അനായാസമായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് നിസ്സംശയം തെളിയിച്ച നടൻ. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ സഹനായകന്റെ റോളിലൂടെ കടന്നുവന്ന് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ നായകവേഷത്തിന്റെ അരികെ എത്തിയ ലാലു ലക്സിലെ വില്ലൻ ഭാവത്തെ കണ്ടെത്തുന്നത് സംവിധായകൻ IV ശശിയാണ്. പിന്നീട് വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ മാനം നൽകി ലാലു ലക്സ് അരങ്ങുവാണു. നിരന്തരമായുള്ള വില്ലൻ വേഷങ്ങൾ ഒരിക്കൽ ലാലു ലക്സിൽ മടുപ്പുളവാക്കി. സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്ന ഉറച്ച തീരുമാനം പൊടുന്നനെ ലാലു ലക്സ് എടുത്തു. ഇതിനിടയിൽ ആ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലാലു ലക്സിനെ വീണ്ടും സിനിമയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് മമ്മൂട്ടിയാണ്. പാതയം എന്ന ചിത്രത്തിൽ ക്ലീൻ ഇമേജ് ഉള്ളതും മറ്റൊരു നടനു വേണ്ടി നീക്കിവെച്ചതുമായ ഹരികുമാർ മേനോൻ എന്ന കഥാപാത്രമായി സംവിധായകൻ ഭരതനോടും ലോഹിതദാസിനോടും മമ്മൂട്ടി ലാലു ലക്സിനെ ശുപാർശ ചെയ്യുകയായിരുന്നു. പാതയം ലാലു ലക്സിന് വഴിത്തിരിവായി മാറി. പ്രേക്ഷകർ ലാലു ലക്സിനെ കുടുംബത്തിലേക്ക് കയറ്റി തുടങ്ങിയതും പാതയത്തിന് ശേഷമായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.